അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ എന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. മുടി നല്ലപോലെ തഴച്ച് വളർത്താൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മളിന്ന് കാച്ചിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് കയ്യുണ്ണിയൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി തരും. അതേപോലെ അത് തലയിൽ നല്ലപോലെ തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ചും തരും. അതിനുശേഷം നല്ല താളിയിട്ട് തല കുളിപ്പിച്ച് തരും. അപ്പോഴൊക്കെ നമുക്ക് നല്ല ഉപ്പിറ്റി വരെയും മുട്ടോളം വരെയൊക്കെ മുടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേ ഇത് തന്നെ നമ്മൾ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളിന്ന് കയ്യുണ്ണിയത്തിൻ്റെ എണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് കയ്യുണ്ണിയൊന്നും ഇല്ല കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ, നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളത്തു നിന്ന് നമ്മുടെ വിഷൻ ചേട്ടൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഇന്ന് കയ്യുണ്ണിയൊക്കെ പറിക്കാൻ പോകുന്നത്. വലിയ കടയിൽ പറിക്ക കൊട്ടവിടെ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല വലിയ വലിയ കടകളാണ്. അപ്പോൾ ഇങ്ങനെ പറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറയെ മണ്ണ് വരും. അപ്പോൾ അതേ അവിടെ കണ്ട ചെറിയ ചെറിയ കുളങ്ങൾ പോലെ, പക്ഷേ കുളമല്ലെന്ന് പറയണത്, അത് കണ്ടത്രേ. അപ്പോൾ കണ്ടത്തിലോട്ട് ഇങ്ങനെ വെള്ളം കയറി കുഞ്ഞു കുഞ്ഞു കുളങ്ങൾ പോലെ ആയിരിക്കണം. അപ്പോൾ നമുക്കൊന്നും പരിചയമില്ല, അവരെന്തോ ആഴുണ്ടെന്നൊന്നും നമുക്കറിയില്ല. അവരൊക്കെ അവിടെ താമസിക്കണവരായതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ അതിനകത്ത് ഇങ്ങനെ ഇട്ട് കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിനകത്തോട്ട് വീഴും ചെയ്യും. അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോവും. അതെടുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, കുറേ കിട്ടും. അപ്പോൾ നമ്മളിത് ഒരുവിധമൊക്കെ പറിച്ചിട്ട്, അപ്പോൾ മണ്ണൊക്കെ വിശേഷം തന്നെ കഴുകി തന്നു, പറിച്ചും തന്നു. അപ്പോൾ ആളിത് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോണതാണ് കേട്ടോ. അവിടെയും ഉണ്ട് കുറേയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പം നമ്മുടെ ആ ഒരു പ്രാവശ്യത്തെ എണ്ണയ്ക്കുള്ളത് അങ്ങനെയാണ്. നമ്മളത് തന്നെ നമ്മുടെ ഇവിടെ കൊണ്ടുവച്ചാലും കുറച്ച് ഒക്കെ ഇതായിപ്പോവും. നമ്മൾ മണ്ണിൽ പിടിപ്പിക്കാൻ നോക്കിയാലും ഇതായിപ്പോവും. കാരണം അത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ഫുള്ള് വെള്ളം എപ്പോഴും ഉള്ള സ്ഥലങ്ങളിലാണ് നല്ല പോലെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടി. ഒരു പ്രാവശ്യം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയുള്ളത് ആ സഞ്ചി നിറയെ നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ സന്തോഷവതിയായിട്ട് ഞാൻ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എണ്ണ കാച്ചാൻ ബാക്കി സാധനങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഹ്മിയാണ് കേട്ടോ. അപ്പോൾ ബ്രഹ്മി നമുക്ക് ഈ അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അത് മേടിക്കുക. പിന്നെ കറ്റാർവാഴ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത്ര നല്ലത്. പിന്നെ നെല്ലിക്ക വേണം കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക നമുക്കിനി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ബാക്കി കുഞ്ഞു കുഞ്ഞ് ഇതാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ അപ്പോൾ വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനി പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കണത് വളരെ നല്ലതാണ്. പിന്നെ ഇനി നമുക്ക് ഇത് ക്ലീനിങ് പരിപാടിയാണ്. അതൊരു ഒന്നൊന്നര പരിപാടിയാണ് കേട്ടോ. കാരണം നമ്മൾ കറ്റാർവാഴ അവിടെ നിന്ന് മണ്ണ്, അതിൻ്റെ കടയിലെ മണ്ണ് മാത്രം ഒരു പരിധി വരെ കളഞ്ഞ് നമ്മൾ കൊണ്ടുവന്നേക്കണേ. ഇനി നമുക്കത് നല്ലപോലെ കഴുകി എടുക്കാനുണ്ട്. കഴുകി വാരി ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്. കാരണം അതിനകത്ത് പുല്ല് നമ്മളിങ്ങനെ പറിക്കുമ്പോൾ വേറെ പുല്ലും കാര്യങ്ങളും, ഇപ്പോൾ കറുകപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കളയണം. പിന്നെ അതിൻ്റെ മണ്ണും കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഇതാക്കിയതാ ഇതേമാതിരി ഇങ്ങനെ അലമ്പി നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ ഇതേമാതിരി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ്, നല്ല ക്ലീനായിട്ട് നമുക്കങ്ങ് കിട്ടും കേട്ടോ. മണ്ണും പൊടിയും ഒക്കെ പോയി അങ്ങ് കിട്ടും. അപ്പോൾ അത് അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതെല്ലാം കഴുകി, ബ്രഹ്മി ഞാൻ കഴുകി, എല്ലാം കാണിക്കാൻ പറ്റില്ല കേട്ടോ. ബ്രഹ്മിയും ഇതേപോലെ തന്നെ കഴുകി എടുക്കണം. ബ്രഹ്മിയിലൊന്നും കളയാനില്ല, കഴുകി അങ്ങ് എടുത്താൽ മതി. പിന്നെ നെല്ലിക്കയുടെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിത്തിരി നേരം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ വരും. അതുകൊണ്ടാണ് ആ കളറിലിരിക്കണേ. കറ്റർവാഴയും അതിൻ്റെ നല്ല പോലെ ഒടിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ കറയില്ലേ, അത് പോകാൻ വേണ്ടി കുത്തി വെച്ച് മഞ്ഞക്കറയൊക്കെ പോയതിന് ശേഷം മാത്രം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ, അത് നമുക്ക് തലയിലിടുമ്പോൾ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ. അത് നമ്മൾ എന്തിനാ അലോവേര എടുക്കണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ നല്ലപോലെ ഇതെല്ലാം അരച്ചങ്ങ് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ കയ്യുണ്ണിയും നമുക്ക് അരയ്ക്കാൻ നല്ല പാടാണ്. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണപ്പണി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വെള്ളം കൂടി കഴിഞ്ഞാൽ അത് വറ്റാനായിട്ട് നല്ല ടൈം എടുക്കും കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറ്റാർവാഴയും നമ്മുടെ നെല്ലിക്കയും ബ്രഹ്മിയും കൂടി ഒരുമിച്ച് അരയ്ക്കാം. അപ്പോൾ ബ്രഹ്മി കറ്റാർവാഴയുടെ വെള്ളമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും. പിന്നെ നമ്മുടെ കയ്യുണ്ണിയും സെപ്പറേറ്റ് അരച്ചെടുക്കുക. കയ്യുണ്ണിയും കണ്ട അരച്ചെടുക്കുമ്പോൾ നല്ല കറുന്നിരിക്കുക അല്ലേ, നല്ല കറുത്ത കളറ്. നമ്മൾ പച്ചയിലയിൽ അരച്ചേ, അതാണ് കയ്യുണ്ണിത്തിൻ്റെ ഇത്. അതുകൊണ്ടാണ് നമ്മുടെ മുടി നല്ലപോലെ കറുപ്പ് കിട്ടാനും മുടി നല്ലപോലെ വളരാനൊക്കെ കയ്യുണ്ണിയും വളരെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ദാ നമുക്കിനി എണ്ണ കാച്ചാം കേട്ടോ. അപ്പോൾ നല്ല ഒന്നുമില്ലെങ്കിൽ ഉരുളി എടുക്കുക, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി കേട്ടോ. എപ്പോഴും നല്ല കട്ടിയുള്ളത്, പാത്രം നല്ല കട്ടിയുള്ളതായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിടുന്ന സാധനങ്ങളൊക്കെ എണ്ണയും കൂടി പുകഞ്ഞങ്ങ് പോവുള്ളൂ കേട്ടോ. നമുക്ക് ആ എണ്ണയുടെ ഗുണം കിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് പാടെ അപ്പം തന്നെ നമുക്കിനി നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന എല്ലാ സാധനവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവ ഇപ്പം ഇടുന്നില്ല കേട്ടോ. ഉലുവ വേറൊരു സ്റ്റേജിലാണ് നമ്മൾ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇതാവില്ല, കാരണം ഈ ഐറ്റം നമ്മുടെ എണ്ണയായിട്ടൊന്ന് പിടിക്കണമല്ലോ. പക്ഷെ അതൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി നല്ല പോലെ ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടി നല്ല സെറ്റായിക്കോളും. സെറ്റായിട്ട് ഇനി പെട്ടെന്നൊന്നും തീരുന്ന പണിയല്ല കേട്ടോ. ഇനി നമ്മളിതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇത് എണ്ണയുമായിട്ട് നല്ല പോലെ യോജിച്ച് വരും. അതിനുശേഷം ഇതിലിനി വെള്ളം ഉണ്ടാവും, കാരണം നമ്മുടെ എല്ലാ വാട്ടർ കണ്ടൻറ്റുള്ള ഐറ്റംസാണ് എല്ലാം. നെല്ലിക്കായാലും കറ്റാർവാഴയായാലും ബ്രഹ്മിയും കയ്യുണ്ണിയും ഇതിലൊക്കെ എണ്ണ ഉണ്ടാവും. അപ്പം ഇനി അതിങ്ങനെ കിടന്ന് നമ്മൾ തിളയ്ക്കുന്നുണ്ടോ, തിളച്ച് അതിൽ ആ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി ഇതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് നല്ല കറുത്ത് വരുന്ന ഒരു പരുവുണ്ട്. നമ്മുടെ എണ്ണയുടെ ഒരു പാകമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊരു ഒരു പകുതിയോളം ആവുമ്പോഴാണ് നമുക്കിനി ഈ ഒരു പൊടി, നല്ല നൈസ് പൊടിയാണെങ്കിൽ നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ അതായത് ഇങ്ങനെ ചെറിയ തരി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി പാകമാവുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ 2-3, അതായത് നമ്മൾ ഏത് സ്റ്റേജിലാണോ ഇടുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ പാകം വ്യത്യാസം വരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ചെറിയ തരി ഉള്ളതാണെങ്കിൽ ഒരു പകുതി ആവുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ഇളക്കി നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈയെടുക്കാതെ ഇളക്കുക. അപ്പോൾ എണ്ണയാണ്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ എന്തായാലും ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൈമൊക്കെ വീഴാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ അതിൻ്റെ ആ ഒരു ഭാവവും കാര്യങ്ങളൊക്കെ മാറിയണ കണ്ടോ. അപ്പം നമ്മുടെ എണ്ണ ഏകദേശം നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എണ്ണയുടെ പാകം എന്ന് പറയുന്നത് നമ്മളത് കയ്യിലേക്ക് എടുക്കുമ്പോൾ നല്ല മണൽത്തരി പാകത്തിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തെരുന്നിരിക്കണം. അതാണ് എണ്ണയുടെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉരുളി ഇറക്കി വെക്കാം. അപ്പോൾ ഈ ഒരു രാത്രി മൊത്തം, അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് എപ്പോഴും എണ്ണ കാച്ചുക. അപ്പോൾ ആ രാത്രി മൊത്തം പിറ്റേ ദിവസം വരെ ഇതിങ്ങനെ ആ എണ്ണയിൽ ബാക്കി അതിൻ്റെ കൊറ്റനും കാര്യങ്ങളിരുന്ന് ബാക്കി അതിൻ്റെ എന്തൊക്കെ സത്തുകളുണ്ടോ അതൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൊറ്റനൊക്കെ പിഴിഞ്ഞ് എണ്ണയെടുത്ത് നമ്മൾ ആവശ്യക്കാർക്കൊക്കെ കുപ്പിയിലാക്കി നമ്മൾ അങ്ങ് കൊടുക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഒത്തിരി പേര് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.